ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. ഒളിവിൽ പോയ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചും അദ്ദേഹം വിഷം കഴിച്ച് ആശുപത്രിയിലായിട്ടുണ്ട് എന്നും വദന്തികൾ നിലവന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാം. ആർസു കസ്മി പാകിസ്ഥാനിലെ ഒരു ജേർണലിസ്റ്റും യൂട്യൂബറും ആണ്. അദ്ദേഹത്തിന്റെ ഫാമിലി പണ്ട് 1947 ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടി സെപ്പറേറ്റ് ആയിരുന്ന സമയത്ത് അവരുടെ ഫാമിലി പാകിസ്ഥാനിലേക്ക് കുടിയേറിയതാണ്. അതുകൊണ്ട് തന്നെ അർസുവിന് ഇന്ത്യയിൽ ബന്ധങ്ങളുണ്ട്. അദ്ദേഹമാണ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ദാവൂദ് ഇബ്രാഹിമിന് ആരോ വിഷം കൊടുത്തിട്ടുണ്ടെന്നും കരാച്ചിയിൽ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അറിഞ്ഞാലും ആൾക്കാർ ഭയം കാരണം ഇത് പുറത്തു വിടില്ല എന്നും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാനിലെ ട്വിറ്റർ, ഗൂഗിൾ, യൂട്യൂബ് എന്നീ ഈ ഇൻ്റർനെറ്റ് സേവനങ്ങളും തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിന് പിന്നിലും എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞിരുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നെറ്റ് ബ്ലോക്സ് എന്ന ഇൻ്റർനെറ്റ് വാച്ച് ഡോഗ് ഓർഗനൈസേഷൻ പറയുന്നത് ഈ ഇൻ്റർനെറ്റ് തടസ്സത്തിന് കാരണം ദാവൂദ് അല്ല, പകരം ഒരു വലിയ പൊളിറ്റിക്കൽ ഈവൻറ്റ് കാരണം എന്നാണ്. അപ്പോസിഷൻ പാർട്ടിയായ PTIൻ്റെ ഒരു വെർച്വൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ഡ്രാമ എന്നും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, പാകിസ്ഥാനിലെ കെയർടേക്കർ PM X പ്ലാറ്റ്ഫോമിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ മരിച്ചു എന്നായിരുന്നു ആ ട്വീറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീൻഷോട്ടും X പ്ലാറ്റ്ഫോമിൽ നല്ല വൈറലായിരുന്നു. DFRAC എന്ന് പറയപ്പെടുന്ന ഇൻഡിപെൻഡന്റ് റിസർച്ച് ആൻഡ് അനാലിറ്റിക്സ് സെന്റർ ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഫേക്ക് അക്കൗണ്ട് ആണ്, ഇത് ശരിക്കുമുള്ള ന്യൂസ് അല്ല. ശരിക്കുമുള്ള അക്കൗണ്ടും ഈ ഫേക്ക് അക്കൗണ്ടിനും നല്ല വ്യത്യാസമുണ്ട് എന്നാണ് അവർ പറയുന്നത്. 1-2 ഓൺലൈൻ ന്യൂസ് ചാനലിൽ വന്ന ന്യൂസ് ആകട്ടെ അവർ പറയുന്നത് ദാവൂദ് സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്നും ആ ഫ്ലോറിൽ വേറെ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും, അതുമാത്രമല്ല ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെയും ഡോക്ടേഴ്സിനും മാത്രമാണ് ദാവൂദിൻ്റെ അടുത്തേക്കുള്ള പ്രവേശനമുള്ളൂ എന്നുമാണ്. ഇതൊക്കെ സത്യമാണോ അതോ ഫേക്ക് ന്യൂസ് ആണോ എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇതുപോലത്തെ റൂമേഴ്സ് പല തവണ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് ദാവൂദ് മരിച്ചു എന്നും പറഞ്ഞ് ന്യൂസ് വന്നിട്ടുള്ളത്. അതൊക്കെ പിന്നീട് ഫേക്ക് ആണെന്നും കണ്ടെത്തി. ദാവൂദിൻ്റെ മരണത്തെക്കുറിച്ചുള്ള റൂമേഴ്സൊക്കെ ഇത് ആദ്യമായിട്ടല്ല, പലതവണ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. 2020 അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും COVID-19 ബാധിച്ചു മരിച്ചു എന്നും ഒരു റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഫേക്കാണെന്ന് പിന്നീട് തെളിയിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനന്തരവനായ സിറാജ് കർക്കറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2017 ദാവൂദ് ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചു എന്നും ചിലർ ബ്രെയിൻ ട്യൂമർ കാരണം മരിച്ചു എന്നും പറഞ്ഞിരുന്നു. അതൊന്നും സത്യമല്ല, അദ്ദേഹം നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വലംകായായ ഛോട്ടാ ഷക്കീൽ പറഞ്ഞിരുന്നു. 2016 ദാവൂദിൻ്റെ കാലിൽ ഗാംഗ്രീൻ ബാധിച്ചു എന്നും അത് കാരണം കാല് എടുത്തു മാറ്റേണ്ടി വന്നു എന്നും ഒരു ന്യൂസ് വന്നിരുന്നു. ഇതും ഫേക്കാണെന്ന് പിന്നീട് തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി കാണുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.